വരുന്നു രാമരാജ്യം. ശ്രീരാമരാജ്യം വരുവാനായി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ജന്മത്തിൽ തന്നെ ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ശ്രീരാമരാജ്യമായി തന്നെ ഭാരതത്തെ കാണാൻ സാധിക്കും എന്നതിനുള്ള ഒരു ഉത്തമ തെളിവാണ് അയോധ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. നമസ്കാരം. ശ്രീരാമ ഭക്തന്മാരായ എല്ലാ ഭാരതീയർക്കും, ലോകം മുഴുവനുള്ള എല്ലാ ഭാരതീയരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അയോധ്യയിലുള്ള ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ്. ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനവും എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ ഭാരതീയർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ശ്രീരാമൻ്റെ പേരിൽ ജയ് ശ്രീ സീതാറാം ബാങ്ക്, ശ്രീ സീതാറാം ബാങ്ക് ഇപ്പോൾ ശാഖകൾ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തേക്കും നീട്ടാനുള്ള ആലോചനയിലാണ്. ഈ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 96 വർഷം മുമ്പ് സ്ഥാപിതമായതാണ്. ഈ ബാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സീതാറാം ബാങ്ക് എന്നാണെങ്കിലും ഈ ബാങ്കിൽ നിന്ന് നമ്മൾക്ക് യാതൊരുവിധ ഈടുമില്ലാതെ പലിശരഹിത വായ്പ എടുക്കാം. 1 രൂപ പോലും നമ്മൾ പലിശ കൊടുക്കണ്ട ബാങ്കിന്. ബാങ്ക് തരുന്ന പൈസ അതേപോലെ തന്നെ 8 മുതൽ 10 മാസം വരെയാണ് തിരിച്ചടവൽ കാലാവധി. അതിനുള്ളിൽ ആ ബാങ്കിൽ തിരിച്ചടച്ചാൽ മതി. ഇതിനകത്ത് പലിശ കൊടുക്കണ്ട എന്ന് മാത്രം പറയുന്നില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിൽ രാമഭക്തർക്ക് മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഈ രാമഭക്തനാണ് എന്നതാണ് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു രേഖയായിട്ട് കാണുന്നത്. ഈ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം പ്രമുഖ വ്യക്തികൾ വരെ, അതായത് ഇന്ത്യ കണ്ട മഹാവ്യക്തികൾ വരെ വായ്പ എടുത്തേക്കുന്ന ബാങ്കാണ് 96 വർഷം മുമ്പ് സ്ഥാപിതമായ സീതാറാം ബാങ്ക്. ഈ ബാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ പലിശ കൊടുക്കുന്നത് ഈ ബാങ്കിന് രൂപയിലല്ല. ഈ ബാങ്കിൻ്റെ ഒരു ബുക്ക്ലെറ്റ് വരും, 30 താളുകളുള്ള ഒരു ബുക്ക്ലെറ്റാണ് അത്. ഒരു ചുവന്ന മഷിയും തരും അക്കൗണ്ട് എടുക്കുന്നതിൽ കൂടെ തന്നെ. തടിയുടെ ഒരു പേന, നിങ്ങൾ എവിടെ ഭാരതത്തിലോ ലോകത്തിലോ എവിടെ യാത്ര ചെയ്താലും ഈ പേന കൊണ്ട് നമ്മൾക്ക് ഡെയിലി ഇത്ര തവണ, അതിന് എണ്ണമുണ്ട്. ഈ 30 പേജുള്ള ബുക്ക്ലെറ്റിൽ രാമസ്തുതികൾ എഴുതണം. അതായത് ജയ് ശ്രീരാം മുതലായ സ്തുതികൾ എഴുതണം. അത് ഒരു ദിവസം പലിശയായി എത്ര എണ്ണം എഴുതണം എന്ന് വരെ കണക്കുണ്ട്. ഈ സ്ഥാപിതമായ നാൾ മുതൽ ഇന്ന് വരെ ഏതാണ്ട് 50 കോടിയിലധികം അക്കൗണ്ടുകൾ ഈ സീതാറാം വചനങ്ങൾ ഇതിനകത്ത് എഴുതി കൂട്ടിയിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. ഈ ബാങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത, 1 രൂപ പലിശ കൊടുക്കണ്ട, തരുന്ന പൈസ നമ്മൾക്ക് അങ്ങനെ തന്നെ തിരിച്ചടക്കുകയും വേണം. ഈ ബാങ്ക് ശത്രുഘ്നൻ സിൻഹ മുതലായവർ ഈ ബാങ്കിൽ നിന്ന് വായ്പയായിട്ട് പല രീതിയിലും എടുത്തിട്ടുണ്ട്. ഈ ബാങ്ക് ഇപ്പോൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്തയാണ് അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ബാങ്കും ഇപ്പോൾ അറിയപ്പെടാൻ തുടങ്ങിയത്. 96ഓളം വർഷമായി എങ്കിലും സ്ഥാപിതമായിട്ട് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ബാങ്ക് നിലനിൽക്കുന്നത് തന്നെ. ഈ രാമക്ഷേത്രം വരുന്നതോടുകൂടി ഈ ബാങ്കിൻ്റെ നിലനിൽപ്പും കൂടുകയാണ്. ഈ ബാങ്ക് പ്രശസ്തിയിലേക്ക് വരികയാണ്. ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ബാങ്ക് നിലവിലില്ല. അതും ഇത്ര വർഷം മുമ്പ് പഴക്കമുള്ള STD പഴക്കമുള്ള ഒരു ബാങ്കാണ് ശ്രീരാം ബാങ്ക്. ഈ ബാങ്ക് നിലവിൽ പല സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ ശാഖകൾ വ്യാപിപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ എന്ന് വരും എന്ന് മാത്രം അറിയില്ല. ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ, അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ വക, അതായത് ഭാരതത്തിലെ ഹിന്ദു വംശജർക്ക് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ശ്രീരാമൻ്റെ പേരിൽ തന്നെ ബാങ്ക് തുറക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയോധ്യയിലെ തന്നെ രാംനഗരി എന്ന സ്ഥലത്താണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ശ്രീ സീതാറാം എന്നാണ് ഈ ബാങ്കിൻ്റെ ഒറിജിനൽ പേര്. 136 ശാഖകളാണ് ഇന്ത്യയിലുടനീളം ഈ ബാങ്കിന് നിലവിൽ ഉള്ളത്. ഇതാണ് ഇപ്പോൾ വിപുലീകരിക്കുവാനായിട്ട് പോകുന്നത്. ശ്രീരാമ ഭക്തർക്ക് മാത്രമേ ഈ ബാങ്കിൽ അംഗത്വം കൊടുക്കുകയുള്ളൂ. ബാങ്കിന് ഈട് വായ്പ ഒന്നും വേണ്ട. 8 മുതൽ 10 മാസം വരെയാണ് തിരിച്ചടവൽ കാലാവധി. ഏകദേശം 50 കോടിയോളം അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി, ശത്രുഘ്നൻ സിൻഹ ഇവരുടെ എല്ലാം മാതാപിതാക്കൾ ഈ ബാങ്കിൽ നിന്ന് പലിശ രഹിത ലോൺ എടുത്ത പ്രമുഖരിൽ പെടും. ഒരുപാട് പേര് പ്രമുഖർ ഈ ബാങ്കിൽ നിന്ന് ഇന്നേ വരെ വായ്പ എടുത്ത ഒരു ബിസിനസ് തുടങ്ങിയ ആരും
നശിച്ചു പോയിട്ടില്ല എന്നൊരു പ്രത്യേകതയും ഈ ബാങ്കിനുണ്ട്. ഭാരതത്തിലെ എല്ലാ ജനങ്ങളും, എല്ലാ സംസ്ഥാനത്തിലെ ജനങ്ങളും ഈ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.